ഈ തൃണമൂൽ കോൺഗ്രസിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ പി വി അൻവർ. പി വി അൻവർ ഇപ്പോൾ പുതിയ ആവശ്യവുമായിട്ട് ഒരു യാത്ര പാലക്കാട് മുതൽ ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് വരെയുള്ള മലബാറിൻ്റെ ഭാഗമായിട്ട് ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതായത് ഷൊർണൂർ ജില്ല മുതൽ വടകര ജില്ല വരെ എന്നാണ് അദ്ദേഹം ആ യാത്രയ്ക്ക് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യം ഈ മലപ്പുറവും കോഴിക്കോടും വിഭജിച്ച് ജില്ലകളുണ്ടാക്കണം, വെവ്വേറെ ജില്ലകൾ 2 ജില്ലകളായിട്ട് കോഴിക്കോട് മാറ്റണം, അതുപോലെ തന്നെ മലപ്പുറവും മാറ്റണം, അവിടെ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ് എന്നാണ് ആവശ്യപ്പെടുന്നത്. അതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ ഇങ്ങനെ ഒരു യാത്ര നടത്തിയതിനെ കൊണ്ട്? ഉദ്ധവ് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാവ് എന്നാണല്ലോ. മറ്റു നേതാക്കൾ ആരൊക്കെയാണ് കേരളത്തിൽ? വേറെ 2 പേര് തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ വേറെ 2 പേരൂടെ വരാറുണ്ട്. അപ്പോൾ ശരി, തൃണമൂൽ കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കേരളത്തിൽ ചിരി വരും. കാരണം അത് ബംഗാളിൽ ഭയങ്കര ശക്തമാണെങ്കിൽ കേരളത്തിൽ എന്താവും തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണിപ്പോൾ പി വി അൻവർ ഈ ഒരു യാത്ര നടത്തുന്നതെന്ന് ചോദിച്ചാൽ, പി വി അൻവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെക്കാൾ പ്രധാനം പി വി അൻവർ ലൈം ലൈറ്റിൽ വരണം. കറക്റ്റ്. ഇപ്പോൾ നിലയില്ലാ കയത്തിൽ നിൽക്കുകയാണ്. UDF തള്ളിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്കൊരു യാത്ര നടത്തി കളയാം. മിനി സെക്രട്ടേറിയറ്റ് കോഴിക്കോട് വേണം എന്നുള്ള ആവശ്യം. എനിക്ക് ചോദിക്കാനുള്ളത്, പഴമക്കാർ പറയുന്നത് പോലെ പട്ടി കുറച്ചാൽ പടി തുറക്കൂ. അതാണ് എൻ്റെ ചോദ്യം. ഇനി മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും വിഭജിക്കണം, അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ജനസംഖ്യ കൂടുതലാണ്. ഇതൊക്കെ ആരോടാണ് ആവശ്യപ്പെടുന്നത്? പി വി അൻവർ ഇങ്ങനെ ഒരു യാത്ര നടത്തിയാൽ കാശ് കൊടുത്താൽ കൂടെ പോകാൻ ആളുണ്ടാവും. പക്ഷേ ഈ യാത്രയിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എവിടെ ബോധ്യപ്പെടുത്തും? ആരംഗീകരിക്കും? ഒരു വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ ഒരു യാത്ര നടത്തുകയോ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയോ ചെയ്താൽ അതിന് ചിലപ്പോൾ കേന്ദ്രത്തിൽ വരെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകും. പി വി അൻവർ ഒരു വ്യക്തി മാത്രമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അഡ്രസ്സ് പറയുന്നുണ്ടെങ്കിലും പി വി അൻവർ എന്ന വ്യക്തി 2 വട്ടം MLA ആയി, 2ാമത്തെ വട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ MLA ആയി എന്ന് ഒഴിച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ടോ? ഇല്ല. മത്സരിച്ചതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബാനറിലല്ല. അല്ല. അതിന് സാങ്കേതിക കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സാങ്കേതിക കാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതല്ലേ മത്സരിക്കുന്ന ആൾ? അത് അൻവറിന് അറിയാത്തതുകൊണ്ടല്ല. അറിയാത്തതുകൊണ്ടല്ല. അല്ല, അൻവർ ഒരു ഗെയിം കളിച്ചത് അത്. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ മമതാ ബാനർജി അറിയിച്ചു കാണും. മമതാ ബാനർജി നേരിട്ടല്ല, അവരുടെ അനുയായികൾ പറഞ്ഞു കാണും, തൃണമൂലിൻ്റെ പേരിൽ നിന്നിട്ട് വോട്ട് കുറഞ്ഞു പോയാൽ അവർക്ക് അവമാനമാണ്, അതുകൊണ്ട് മത്സരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ്. എന്തായാലും അത് അൻവർ 20,000-ഓളം വോട്ട് പിടിച്ചു എന്ന് പറയുന്നത് അവിടെ ഒരു അത്ഭുതമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ ഒരു തോമസ് ചാണ്ടി എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു MLA ഉണ്ടായിരുന്നു. ആ MLA ഒരിക്കൽ പിന്നീട് 2 വട്ടം മറ്റും ജയിച്ചു. ആദ്യത്തെ പ്രാവശ്യം ജയിച്ചപ്പോൾ അയാൾ കുവൈറ്റിൽ എവിടെ വലിയ ബിസിനസ്സുകാരനായിരുന്നു. കുവൈറ്റ് ചാണ്ടി എന്നാണ് ഇപ്പോൾ. ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ എന്തിനാണ് ഇയാൾ മത്സരിക്കുന്നത്? അയാൾ ആദ്യം കരുണാകരൻ്റെ DIC ചേർന്ന ആളാണ്, അതിനുശേഷം NCP-യിലേക്ക്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം മത്സരിക്കുന്നത്? എവിടെ ജയിക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ജയിച്ചു. അന്ന് കുട്ടനാട്ടുകാരനായ കുറച്ച് പേർ എന്നോട് പറഞ്ഞതാണ്, ഒരു വോട്ടിന് 500 രൂപയാണ്. സാധുക്കളായ മനുഷ്യർ 500. അപ്പോൾ ഒരു വോട്ടിന് 500 രൂപ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം മുമ്പോട്ടും നമുക്ക് സഹായങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരുണ്ട്. അപ്പം തോമസ് ചാണ്ടി ജയിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അൻവർ കാശ് കൊടുത്ത് ഇത്ര വോട്ട് മേടിച്ചു എന്നുള്ളതല്ല. സ്വരാജിനോട് വിരോധമുള്ളവരും, ഞാനിപ്പോഴും പറയുന്നത് അൻവർ അത്രയും വോട്ട് അവിടെ പിടിച്ചത് LDFൻ്റെ വോട്ടുകളാണ് കൂടുതലും പിടിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആര്യ ഷൗക്കത്ത് ജയിക്കുമായിരുന്നില്ല. അതെൻ്റെ ഒരു കണക്കൂട്ടലാണ്. അല്ലെങ്കിൽ ഞാൻ നിലമ്പൂരുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ്. അപ്പോൾ അൻവർ UDFനെ ഒരു പരിധിവരെ സഹായിക്കുകയാണ് ചെയ്തത്. UDF അൻവറിനെ സഹായിച്ചില്ലെങ്കിലും. ഇനി UDFൻ്റെ VD സതീശൻ്റെ നിലപാട് വളരെ കൃത്യമായിരുന്നു. VD സതീശൻ 1-2 കാര്യങ്ങളിൽ പെട്ടെന്നൊരു ശക്തനായ നേതാവായി മാറിയത് ഒന്ന് അൻവറിൻ്റെ വിഷയത്തിലാണ്. ഞങ്ങൾക്ക് വേണ്ട,
തോറ്റെങ്കിൽ തോറ്റോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം കയ്യടി വാങ്ങി, ശക്തനായ നേതാവാണെന്ന് തെളിയിച്ചു. രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളിയുമായിട്ടുള്ള കൊമ്പുകോർക്കലാണ്. നേരെ മറിച്ച് അൻവറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ, UDFിൻ്റെ ഭാഗമാക്കിയിരുന്നെങ്കിൽ, അൻവർ ഏത് നിമിഷവും ഏത് ദിവസവും പറയുമായിരുന്നു ഞാൻ കാരണമാണ് ജയിച്ചു പോയത് എന്ന് പറയുമായിരുന്നു. ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് BD സതീശൻ പറഞ്ഞത് അയാൾ വേണ്ട എന്ന് പറഞ്ഞു. അതോടെ തകർന്നു പോയി അൻവർ. കാരണം അൻവറിന് പിന്നെ പിടിച്ചു നിൽക്കാൻ മണ്ണില്ല, കാൽച്ചുവട്ടിലെ മണ്ണെല്ലാം ഒലിച്ചു പോയി. പിന്നെ കിടന്ന് അഭ്യാസം കാണിക്കുകയാണ്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ വേണ്ടി ചിലർ കാണിക്കുന്നൊരു അഭ്യാസമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാൻ രാജ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ കേരളത്തിന് വേണ്ടിയാണ്, കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയാണ്, പ്രത്യേകിച്ചും മലബാറിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു അഭ്യാസമാണ് ഈ യാത്രയും ഈ ആവശ്യങ്ങളും. ഇപ്പോൾ അവിടെ മിനി സെക്രട്ടേറിയറ്റ് വരുന്നതിൽ അത് തെറ്റൊന്നുമില്ല. ഈ എന്താവശ്യങ്ങൾക്കും കേരളത്തിൻ്റെ തെക്കേയറ്റം വരെ പോവുക എന്ന് പറയുന്നതിനേക്കാൾ മിനി സെക്രട്ടേറിയറ്റ് പറയണം. പക്ഷേ അതിനൊക്കെ മുടക്കേണ്ടുന്ന തുക അത് ഭീകരമാണ്. അത് മുടക്കാനൊന്നും കേരളത്തിനില്ല. പിന്നെ 2 ജില്ലകളങ്ങ് വിഭജിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളല്ല, നടപ്പാക്കാൻ പറ്റുന്നതുമല്ല. അതിന് ഒരുപാട് സ്റ്റഡി വേണം. എന്നിട്ട് അത് സർക്കാർ തീരുമാനമെടുക്കേണ്ടതാണ്. ഇപ്പോൾ അതൊന്നുമല്ലല്ലോ സാധാരണക്കാരുടെ പ്രശ്നം. ഇപ്പോൾ ഈ ജില്ല വിഭജിക്കുന്നതോ അവിടെ മിനി സെക്രട്ടേറിയറ്റോ വരുന്നതല്ല വിഷയം. ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. അല്ലെങ്കിൽ അൻവർ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം ഉണ്ടായിരുന്നു, വന്യജീവി പ്രശ്നത്തിൽ അവിടെയുള്ള മലയോര കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷെ അൻവർ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തില്ല. അൻവർ ഇപ്പോൾ ജില്ല വിഭജിക്കുന്ന കാര്യവും സെക്രട്ടേറിയറ്റിൻ്റെ കാര്യവും പറയുന്നിടത്ത് അത് തന്നെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാരുടെ അദ്ദേഹത്തിൻ്റെ കൂടെ വരുമായിരുന്നു. അൻവറിന് പക്ഷേ എനിക്ക് തോന്നുന്നു അതിൽ വലിയ ലാഭമൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടായിരിക്കും ചിലപ്പോൾ. അത് യാത്രയാകുമ്പോൾ സ്പോൺസർമാർ വരുമല്ലോ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മലയോര കർഷകൻ്റെ മകനായ ബിനോയ് തോമസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിച്ച് പറയുകയാണ്, ഇനി ഒരിക്കലും കാട്ടുമൃഗങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോവില്ല, വന്നുകൊണ്ടേയിരിക്കും. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു കാട്ടുപന്നി ഒരു കിഴങ്ങ് മാന്തി എടുക്കണമെങ്കിൽ കാട്ടിനുള്ളിൽ അയാൾ ആ പന്നി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. തറഞ്ഞു കിടക്കുന്ന മണ്ണ് അവിടുന്ന് ഒരുപാട് മാന്തി 1 മീറ്ററൊക്കെ താഴേക്കുന്നതാണ് ഒരു കിഴങ്ങ് കിട്ടുക. എന്നാൽ ഇവിടെ കർഷകർ വളരെ ഈസി ആയിട്ട് കിളച്ച മണ്ണിൽ നട്ടിരിക്കുന്ന സാധനങ്ങൾ അതുകൊണ്ട് ആ പന്നിക്ക് വന്ന് മുഖമൊന്നും കൊണ്ട് തട്ടിയാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടും. ഇത് മൃഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി നാട് വിട്ട് പോവില്ല മൃഗങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ്, ശരിയാണ്. അതിന് എന്തൊരു പോംവഴി കണ്ടെത്താൻ പറ്റും? മൃഗങ്ങളെ കാട്ടിൽ തന്നെ തളച്ചിടാനുള്ള പോംവഴി. അത് ഫെൻസിങ് ആണ്, ഫെൻസിങ്, അല്ലെങ്കിൽ എന്ത് മാർഗത്തിൽ, അല്ലെങ്കിൽ ഇവർക്ക് വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുക്കണം, അനുവാദം കൊടുക്കണം വനാതിർത്തിയിൽ താമസിക്കുന്നവർ. അതുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിടിച്ചകത്തിടുക. ഈ വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അൻവർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അൻവറിന് കുറച്ചുകൂടി നിലനിൽപ്പുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഹസനം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.